നീറ്റ് 2026 എഴുതുന്ന ഒരു കുട്ടി പോലും ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത്. കാര്യം ഈ ഒരു വീഡിയോ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾക്ക് നീറ്റ് 2026 ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ ഒരു വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. നീറ്റ് 2026 എഴുതുന്ന സ്റ്റുഡൻസും അതുപോലെ തന്നെ അവരുടെ പാരൻസും മസ്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യണം. നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. കാര്യം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളെ എക്സാമിൻ്റെ അടിയിലൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക, ലാസ്റ്റ് വരെ കാണുക. അതുപോലെ തന്നെ നീറ്റ് 2026 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ ഒരു പൈസക്കും നിങ്ങൾക്ക് ചിലവില്ലാതെ ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷോർട്ട് നോട്ട്, മൈൻഡ് മാപ്പ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴിയാണ്. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക, കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക. ഫ്രീ ആയിട്ട് ഷോർട്ട് നോട്ടും മൈൻഡ് മാപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നീറ്റ് 2026 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടീസ് ചെയ്യേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഷുവറാണ്. കാര്യം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. ഇപ്പൊ നിങ്ങൾ നീറ്റ് 2026 വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് തുടക്കത്തിൽ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് അവരുടെ ക്ലാസ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ ക്ലാസ്സസ് കാണുന്നത് ചിലപ്പോൾ 1x-ലായിരിക്കും, 2x-ലായിരിക്കും, അതൊക്കെ എന്തോ ആകട്ടെ. പക്ഷെ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ ജസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ തന്നെ നോട്ട് എഴുതി പോകുന്നവരുണ്ടാവും, പോസ് ചെയ്യാതെ നോട്ട് എഴുതി പോകുന്നവരുണ്ടാവും. അത് വളരെ വലിയൊരു മിസ്റ്റേക്കാണ്. ഒരിക്കലും നിങ്ങൾ കാണുമ്പോൾ തന്നെ നോട്ട് എഴുതി പോകരുത്. നിങ്ങൾ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്ത, പോസ് ചെയ്യാതെ നോട്ട് എഴുതി കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്കറിയോ? പോസ് ചെയ്യാതെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് എഴുതുന്ന ടൈമിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ നോട്ട് എഴുതുന്നതിൽ പോകും. അപ്പോൾ ആ ടൈമിൽ പറയുന്ന കാര്യങ്ങൾ കിട്ടൂല. പക്ഷെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, അത് അപ്പം എന്താ പ്രശ്നം, നോട്ട് എഴുതുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെയല്ല, ആ ടൈമിൽ പറയുന്ന കാര്യങ്ങൾ കിട്ടില്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ സ്റ്റക്കായി പോകും. എനിക്ക് നീറ്റ് 2022 എഴുതിയപ്പോൾ ഞാൻ ഫെയിൽ ആവാനുള്ള മേജർ ആയിട്ടുള്ള റീസൺ അത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു മിസ്റ്റേക്ക് ആരും തന്നെ ചെയ്യരുത്. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ക്ലാസ് കേട്ടു നേരെ പോയിട്ട് NCERT റീഡ് ചെയ്യല്ല ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ നേരെ പോയിട്ട് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നോട്ട് എഴുതി കഴിഞ്ഞാൽ നേരെ പോയിട്ട് NCERT എല്ലാം റീഡ് ചെയ്യേണ്ടത്. ഫിസിക്സും കെമിസ്ട്രി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നേരെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടില്ല നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഒരു മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യാം. ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ബയോളജിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ആണ്. ഓക്കെ, ഇതിനെ കുറിച്ച് ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. അപ്പൊ നിങ്ങൾ മെറ്റീരിയൽ ചെയ്യാം. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മെറ്റീരിയൽ ഉണ്ടാവും. അതിൽ നിങ്ങൾ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യുക, അത് മാത്രം ചെയ്യുക. അത് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ഇപ്പൊ ഒരു 10 മെറ്റീരിയൽ ഉണ്ടെങ്കിൽ 10 മെറ്റീരിയൽ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു മെറ്റീരിയൽ രണ്ടാമത്തെ മെറ്റീരിയലിൽ നിന്ന് മൂന്നാമത്തെ മെറ്റീരിയലിൽ നിന്ന് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു മെറ്റീരിയൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക. പല മെറ്റീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരു മെറ്റീരിയൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിലേക്ക് റിവിഷൻ ചെയ്യുമ്പോൾ അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പല ഡിഫറെന്റ് സോഴ്സസ് നിന്ന് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ കാണിച്ചത് ഈ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എഴുതാൻ പറ്റിയ ബുക്കാണ്, എക്സാം പേപ്പർ ആണ് ഇത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ലാസ്റ്റ് പറയാം. പിന്നെ പറയാനുള്ളത്, ഓൺലൈൻ സ്റ്റുഡൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് എക്സാം ഓൺലൈനിലായിരിക്കും കിട്ടുന്നത്. അത് നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ എഴുതാൻ നോക്കുക. ഒരിക്കലും ഓൺലൈൻ ആകുമ്പോഴുള്ള പ്രോബ്ലം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പി അടിക്കാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്ത ടൈമിൽ ഒരുപാട് കോപ്പി അടിച്ചിട്ടുണ്ടായിരുന്നു. കോപ്പി അടിച്ചിട്ട് തന്നെ മാർക്ക് കൂടുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ കോപ്പി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എക്സാമിലൊക്കെ കോപ്പി അടിക്കാനുള്ള ടെൻഡൻസി കൂടും. റിപ്പീറ്റ് ചെയ്ത ടൈമിൽ ഞാൻ ഒരു അക്ഷരം പോലും കോപ്പി അടിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത് ബയോളജിനെ കുറിച്ചിട്ടാണ്. ബയോളജിയിലാണ് 360 മാർക്ക് വരുന്നത്. ബയോളജി എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് കേട്ടു നോട്ട് എഴുതി. യെസ്, ബയോളജിക്ക് മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട് എഴുതണം. അവർ വരയ്ക്കുന്ന ഫിഗേഴ്സ് എല്ലാം നിങ്ങൾ വരക്കണം. എന്നാലുള്ളൂ നിങ്ങൾ വരക്കുമ്പോൾ നിങ്ങൾ തലയിലേക്ക് കയറാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും നിങ്ങൾ പഠനം സിമ്പിൾ ആയിരിക്കും. അപ്പം നിങ്ങൾ ബയോളജി ക്ലാസ് കേട്ട് നോട്ട് എഴുതി ഇമ്മീഡിയറ്റ്ലി NCERT ആണ് റീഡ് ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യരുത്. ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങൾ ക്ലാസ് കേട്ട് നോട്ട് എഴുതി NCERT റീഡ് ചെയ്യുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 100+ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, വൺ വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഈ എല്ലാ ക്വസ്റ്റ്യനും ഈ ബുക്കിലും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എന്നെ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ പ്രൊവൈഡ് ചെയ്യും. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഈ റിവിഷൻസ് ആണ്. അപ്പോൾ പല സ്റ്റുഡൻസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവിഷൻ ചെയ്യാൻ ടൈം കിട്ടില്ല. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും റിവിഷൻ ചെയ്യാൻ തീരെ ടൈം കിട്ടില്ല. ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും, നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ റിവിഷൻ ചെയ്യും? ഇനീഷ്യൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാണ് ഫിസിക്സിലൊക്കെ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീക്കിലി എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് ടോപ്പിക് ഉണ്ടാവും. അപ്പോൾ ആ വീക്കിലി എക്സാമിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീക്കിലി എക്സാമിന്റെ ടോപ്പിക് ആണല്ലോ അപ്പോൾ ഈ വീക്കിൽ റിവിഷൻ ചെയ്യേണ്ടത്. പക്ഷേ വാട്ട് ഇസ് ദ പ്രോബ്ലം യു നോ, നമ്മൾ ഈ വീക്കിൽ കഴിഞ്ഞ എക്സാമിന്റെ ടോപ്പിക് റിവൈസ് ചെയ്യുമ്പോൾ ഈ
ഈ വീക്കിൽ വരുന്ന ടോപ്പിക്ക് പഠിക്കാനുള്ളതിൻ്റെ ടൈമിൻ്റെ അളവ് കുറയും. അതുകൊണ്ട് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീക്കിൻ്റെ എക്സാമിൻ്റെ മാർക്ക് കുറയും. അപ്പോൾ വളരെ ഡിപ്രസ്ഡ് കണ്ടീഷനിൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? റിവിഷൻ ചെയ്യണ്ടേ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം. ബയോളജി രാവിലെ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ എടുത്തിട്ട് ബയോളജി വായിക്കുക. ഒരു 15 മിനിറ്റ് കൊണ്ട് കെമിസ്ട്രിയും ഫിസിക്സും ജസ്റ്റ് ഇക്വേഷൻസ് എല്ലാം ഓടിച്ചു വിടുക. പിന്നെ മന്ത്ലി നിങ്ങൾക്ക് വലിയ വലിയ മോക്ക് ടെസ്റ്റുകളൊക്കെ വരും. ആ ടൈമിൽ മാത്രം റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, റിവൈസ് ചെയ്യുമ്പോൾ ഇക്വേഷൻസ്, അതായത് 15 മിനിറ്റിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി റിവൈസ് ചെയ്യാൻ പറഞ്ഞു, അത് ഇക്വേഷൻസ് മാത്രം ജസ്റ്റ് ഓടിച്ചു വിട്ടാൽ മതി. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് കയ്യിൽ മൈൻഡ് മാപ്പ് ഷോർട്ട് നോട്ട് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ജസ്റ്റ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം. ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്രം മതി ഇക്വേഷൻസ് മാത്രം. ഇക്വേഷൻസ് എഴുതിയ ഷോർട്ട് നോട്ട്, ഇക്വേഷൻസ് മാത്രം. അതായത് ഒരു ചാപ്റ്ററിനൊക്കെ 10 മിനിറ്റ് ഒക്കെ മതി. അപ്പം അത് നിങ്ങൾ മസ്റ്റായിട്ട് വെക്കുക. അത് ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ യാതൊരു ആവശ്യം വരില്ല. ലാസ്റ്റ് നീറ്റിൻ്റെ ചിലപ്പോൾ 2 ഡേ മുന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അത് ആവശ്യം വരിക. കാര്യം എല്ലാം കൂടി നോക്കാം, ഒരിക്കലും നിങ്ങൾക്ക് ടൈം കിട്ടില്ല. പിന്നെ വേറൊരു സജഷൻ ഞാൻ വേണമെങ്കിൽ തരാം. ഓൺലൈനിൽ പ്രിപ്പയർ ചെയ്യുന്നതും ഓഫ്ലൈൻ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു സജഷൻ ഞാൻ തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയൊരു ബുക്ക് നോട്ടൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയല്ല എഴുതേണ്ടത്. നിങ്ങൾ ഓരോ ചാപ്റ്ററിനും ഓരോ നോട്ടായിട്ട് നോക്കുക. അതായത് നോട്ട്ബുക്ക്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് നോട്ട് വാങ്ങേണ്ടില്ല, പൈസ പോകില്ല. അങ്ങനൊന്നും ചെയ്യേണ്ട. നിങ്ങൾ നമ്മളെ മറ്റേ ന്യൂസ് പ്രിന്റ് ഉണ്ടല്ലോ, നമുക്ക് തൂക്കി വാങ്ങാൻ പറ്റുന്ന സാധനം, ന്യൂസ് പ്രിന്റ് വാങ്ങുക. ന്യൂസ് പ്രിന്റ് വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ പൈസ ആവുള്ളൂ, 100 രൂപക്കൊക്കെ ഒരുപാട് ന്യൂസ് പ്രിന്റ് കിട്ടും. അത് ഒരു 5-10 പേപ്പർ എടുത്തിട്ട് നിങ്ങൾ സെൻട്രൽ സ്റ്റാപ്പിൽ അടിച്ചിട്ട് നിങ്ങൾ ബുക്കാക്കി മാറ്റുക. അതിൻ്റെ മേലെ ഹെഡിങ് ചെയ്ത ചാപ്റ്ററിന്റെ പേര് ചെയ്താൽ അതായിരിക്കും നിങ്ങൾ ഒരു ചാപ്റ്റർ അതായിരിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി പോകും. അപ്പോൾ നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ സിമ്പിളാണ്. നിങ്ങൾക്ക് നീറ്റ് എക്സാമിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങനത്തെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഷോർട്ട് നോട്ടിൻ്റെ ആവശ്യമില്ല. കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ബോക്സ് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ നോക്കുക, ഏത് ബുക്കാണ് നമ്മൾ ആ ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബുക്ക് എടുക്കാൻ പറ്റും. ആ ബുക്കിൽ ജസ്റ്റ് നമ്മളെ ബോക്സിൽ ഇട്ട കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം. ഡെയിലി 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. 25 ക്വസ്റ്റ്യൻസ് ഫ്രം ഫിസിക്സ്, 20 to 25 ക്വസ്റ്റ്യൻസ് ഫ്രം കെമിസ്ട്രി, ഒരു 30 ക്വസ്റ്റ്യൻസ് ഫ്രം ബയോളജി. ഈ ഒരു രീതിയിൽ ചെയ്യുക. ഇപ്പോൾ 25 ഫിസിക്സിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ചെയ്താലും പ്രശ്നമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരു വീക്കിൽ നിങ്ങൾക്ക് ഏകദേശം 140 ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ക്ലാസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. അത് നോട്ടിൽ എഴുതണമെന്ന് ഒരുപാട് പേരിലുള്ള ഡൗട്ട് ഉണ്ടാവും. അത് ഒരിക്കലും എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ എഴുതിയിട്ടില്ല. എഴുതി ടൈം കളയേണ്ട ഒരുപാട് ടൈം എടുക്കും. നിങ്ങൾ അത് അപ്പം തന്നെ നിങ്ങൾ എഴുതിയിട്ട് സൊല്യൂഷൻ ചെയ്ത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബുക്ക് റെഫർ ചെയ്തിട്ട് അത് മാത്രം ചെയ്തു പോയാൽ മതി. ഒരിക്കലും നിങ്ങൾ എഴുതി വെച്ച സാധനം പിന്നെ നോക്കുക, ഒരിക്കലും നിങ്ങൾക്ക് ടൈം കിട്ടില്ല. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടുക. ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസിലല്ല കാര്യം, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടുക. ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് യു വിൽ ബി ഗെറ്റിംഗ് ഫ്രം യുവർ എക്സാംസ്. ഓക്കെ, മനസ്സിലായില്ല? പിന്നെ പറയാനുള്ളത്, ഒരു എക്സാം പോലും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നീട്ട് ചൂറായിട്ട് ചോദിക്കും, കിട്ടും. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മിസ്സായി എന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് അത്രയും മാർക്ക് നിങ്ങൾ കുറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു, ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി NCERT റീഡ് ചെയ്യേണ്ടതെന്നുള്ളത്. NCERT റീഡ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് NCERT ഹൈലൈറ്റ് നമ്മൾ തരാം. നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും അതിലുള്ള എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെത്തുക. ഇപ്പോൾ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റലിലേക്ക് വിളിച്ച് പറയുക കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് അവരോട് ഡീറ്റെയിൽ ആയിട്ട് പറയുക. പിന്നെ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട് ഈസ് ദ മെയിൻ പ്രോബ്ലം യു ആർ ഫേസിങ്, നിങ്ങൾ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നൊരു ഫാക്കൽറ്റി വന്നിട്ട് ഒരു ചാപ്റ്റർ എടുക്കും. ചിലപ്പോൾ ആ ചാപ്റ്റർ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എടുക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രോബ്ലം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫേസ് ചെയ്യാറുണ്ട് സ്റ്റുഡൻസ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ മാനേജ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്, ഒരിക്കലും തിയറിയിലല്ല ഇമ്പോർട്ടൻസ്. ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണോ ചെയ്യാൻ പറ്റുന്നത് അത്രയും ചെയ്യുക. ഒരു ചാപ്റ്ററിന് സ്വന്തമായിട്ട് മിനിമം ഒരു 100+ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീക്കിലി എക്സാമിന് മാർക്ക് കൂടും, മോഡൽ എക്സാമിന് മാർക്ക് കൂടും, കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റപ്പ് ആക്കാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്നെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു 5 എക്സാം കഴിഞ്ഞു, അതിലൊക്കെ ഇത് 400 മാർക്കാണെന്നുണ്ടെങ്കിൽ ആ 400 മാർക്ക് സ്റ്റേബിൾ ആവും. അതിൽ നിന്ന് ഉയർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഒരു 500-600 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആവും. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ തുടക്കത്തിലൊക്കെ മാർക്ക് കുറവായിരിക്കും, ഇനീഷ്യൽ പ്രിപ്പറേഷൻ തുടങ്ങിയവരൊക്കെ. അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, എനിക്കൊക്കെ തുടക്കത്തിൽ 200 മാർക്ക് 150 മാർക്ക് ഫിസിക്സിൽ 0 മാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് നീറ്റിൽ നല്ല സ്കോർ കിട്ടി, 642 മാർക്ക് കിട്ടി. അപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. സെക്കൻഡ് ഇയർ കഴിയാനായി. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ പറയാനുള്ളത്. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കയറാൻ പറ്റും. ചിലപ്പോൾ എൻ്റെ ജൂനിയർ ആയിട്ട് വരാൻ പറ്റും. അപ്പോൾ നീറ്റ് 2026 പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ആൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബുക്കിനെ കുറിച്ചിട്ട് പറയാം. ഇത് നീറ്റ് ഫൈൻ്റെ ബയോ ഹാക്കാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫാക്കൽറ്റീസ്, ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്, ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത്. ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കിട്ടാൻ വേണ്ടി എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ നമ്പർ ഉണ്ടാവും, നിങ്ങൾ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഇതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ പേപ്പറാണ് ശരിക്കും. 45 ക്വസ്റ്റ്യൻസ് 45 മിനിറ്റിനുള്ളിൽ തീർക്കണം. അതിൽ നിങ്ങൾ ഇതിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റുഡൻറ്റ് ഈ 3 തവണയാണ് ഈ ഒരു എക്സാം എഴുതുന്നത്. അപ്പോൾ 3 തവണ എഴുതണം. ഒന്ന് നിങ്ങൾ വീക്കിലി എക്സാം, ഞാൻ പറഞ്ഞ പോലെ വീക്കിലി എക്സാം വരുമ്പോൾ, ഒന്ന് മോഡൽ എക്സാം വരുമ്പോൾ, പിന്നെ ഒന്ന് ഫുൾ ടോപ്പിക് എക്സാം വരുമ്പോൾ, ഈ ഒരു രീതിയിലാണ് നിങ്ങൾ സെറ്റ് ആക്കുന്നത്. അതിന്റെ സ്കോർ എഴുതുക, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, ഇമ്പ്രൂവ് ആയോ ഇല്ല എന്നുള്ളത് അറിയിക്കുക. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഇത് വെറുതെ അടിച്ചിറക്കിയ ഒരു ബുക്കല്ല. ഇതിൽ നമ്മൾ അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത വർഷം നീറ്റിൽ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ലെവൽ 1 ഓഫ്, അതായത് 1 വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. സൊല്യൂഷൻ എല്ലാം നിങ്ങൾ ഇതിന്റെ ബാക്കിൽ ഉണ്ടാവും. സൊല്യൂഷൻ എല്ലാം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. പറഞ്ഞ പോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.